നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭഗവാന്റെ പൂജാ സാധനങ്ങൾ വിൽക്കുന്നതിന് കുറ്റം പറഞ്ഞ ഭഗവാൻ വെറുതെ വിടോ? ദേവേട്ടാ, മോള് പറയുന്നത് കേട്ട് തീരുമാനമൊന്നും മാറ്റിയേക്കല്ലേ. അച്ഛാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഭഗവാൻ ദൈവമാണല്ലോ. ദൈവത്തിന് വേണ്ടി ഒരു കർമ്മം ഞാൻ ചെയ്താല് അതിൽ തെറ്റുണ്ടോ? ഇല്ല. ആ, അങ്ങനെയാണെങ്കില് നിങ്ങൾ രണ്ടുപേരും എനിക്ക് ദൈവങ്ങളല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ എങ്ങനെ തെറ്റാവും? അതൊന്നും എനിക്ക് പറഞ്ഞതാ. കണ്ട കുടിക്കല്ലോ അവള്. ഏയ്, കുടിക്കതൊന്നുമല്ല. ചോദ്യങ്ങളിൽ ന്യായം ഉണ്ടാവുമ്പോ അത് കേട്ടു നിൽക്കുന്നതും രസമാണ്. എന്റെ കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇത് വിൽക്കാൻ സമ്മതിക്കണം, അത്രയല്ലേ ഉള്ളൂ. കണ്ട അച്ഛൻ സമ്മതിച്ചത്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എത്രയൊക്കെ നിർബന്ധം പറഞ്ഞാലും അച്ഛൻ അവസാനം വഴങ്ങുമെന്ന് എനിക്ക് ഉറപ്പാ. ഇങ്ങനൊരു അച്ഛനെയും മോളെയും കണ്ടിട്ടില്ലെന്നാ നാട്ടുകാർ പറയുന്നത്. ആളുകൾ അല്പം അസൂയോടെ പറയുന്നത് കേൾക്കുമ്പോ അഭിമാനാണ് ശോധ. എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ജീവൻ അവസാനിക്കും വരെ ഇവളുടെ സ്നേഹം നമ്മുടെ കൂടെ വേണം. അതിനിടയ്ക്ക് ജീവൻ അവസാനിക്കുന്ന കാര്യം ആരെങ്കിലും പറഞ്ഞോ? ദേ അച്ഛൻ, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ. ഭാവിട്ട് നിലവിളിക്കുന്ന നിന്നെ അന്ന് കൈകൊണ്ട് കോരിയെടുക്കുമ്പോ തൊട്ടടുത്ത് നിന്ന് ആള് പോലും അത് വിലക്കി. പിന്നെ അമ്മയും ബന്ധുക്കളും വിലക്കി. പക്ഷെ അച്ഛന് കൈവിടാൻ തോന്നിയില്ല. കാരണം എന്താണെന്നറിയോ? കാരണം നിന്നെയല്ല അച്ഛനെടുത്ത് വളർത്തിയത്. സ്നേഹം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അച്ഛനും അമ്മയായിട്ട് നീ ഞങ്ങളെ മാറ്റിയെടുക്കുകയായിരുന്നു. അച്ഛന്റെ ഭാഗ്യമാണ് കുട്ടി. അതെ, കുറച്ചുകൂടി പറഞ്ഞാല് അച്ഛന്റെ കണ്ണ് നിറയും. അച്ഛന്റെ കണ്ണ് നിറഞ്ഞ ഞാൻ കാര്യം അമ്മ കൈവിട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? ഞാൻ ഇതുകൊണ്ട് വിറ്റിട്ട് വരാം. അച്ഛാ, ഒന്ന് അനുഗ്രഹിക്കച്ചാ. നന്നായി വരട്ടെ മോളെ. അമ്മ, എന്നാ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ഒരു കാര്യം തീരുമാനിച്ച പിന്നെ പറഞ്ഞു തിരുത്താൻ ആർക്കും കഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.